ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശം നൽകുന്നതോടൊപ്പം വാസ്തുപരമായ പലതരത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ജോയിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നീസ് സർ. ഡിയർ സാർ, ഞാൻ വർക്കലിൽ നിന്നും എഴുതുന്ന കത്താണിത്. എനിക്ക് 49 വയസ്സായി. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. പലരും വീടിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇതുവരെ എൻ്റെ വിവാഹവും നടന്നില്ല. എൻ്റെ ജാതകവും വീടിൻ്റെ സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം ഞാൻ അയക്കുന്നു. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് 130 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 57 കോൽ വരും. സിംഹയോണിയാണ്, ചതയ നക്ഷത്രമാണ്, ബാല്യത്തിലാണ്, ഉത്തമമായിട്ടുള്ളൊരു കണക്കിലേക്ക് മാറി കിട്ടും. നിലവിലെ ഈ ഒരു ചുറ്റളവ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീടിന് വാസ്തു സംബന്ധമായിട്ടുള്ള കുഴപ്പമുണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് ലെറ്റർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഓൾറെഡി ഈ വീടിനുണ്ട് എന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിനുണ്ടായ എല്ലാ പ്രശ്നങ്ങളൊന്നും വാസ്തുവിൻ്റെ അല്ല താനും. അതുപോലെ ഇതിൻ്റെ വസ്തുവിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ബുധദശയാണ്, അതിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അലച്ചിലും വരാവുന്ന ഒരു ടൈമും കൂടാണ്. അപ്പോൾ ശരിക്കും അവരവരുടെ മത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്തു തന്നെ പോവുക. അതുപോലെ ജാതകത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം വെച്ചാൽ ഇദ്ദേഹത്തിനെ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃദോഷത്തിൻ്റെ വിഷയമാണ്. അപ്പം പിതൃക്കളുടെ അപ്രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും ദൈവങ്ങളെ കേൾക്കില്ല. കാരണം വെച്ചാൽ പിതൃക്കളുടെ പ്രീതി അദ്ദേഹം അത്യാവശ്യമായിട്ട് വരുത്താനുള്ള കർമ്മങ്ങൾ അവരവരുടെ മതാചാരപ്രകാരം ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരദേവതയുടെ അപ്രീതി കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അദ്ദേഹം ചെയ്യിപ്പിക്കുക. അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം ഇത് കട്ടിംഗ് പോർഷനായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഐശ്വര്യഭവം ഈ വീട്ടിലേക്ക് കടന്നു വരും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ അനുസരിച്ച് വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നാൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറില്ല. അതുപോലെ നമുക്ക് ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാവില്ല. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് യാതൊരു പുരോഗതി ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള കംപ്ലയിൻറ്റ് അദ്ദേഹം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ഡോറിന് നേരെ ഒരു കിണർ കാണുന്നുണ്ട് പ്ലാനിൽ. കാരണം മെയിൻ ഡോറിൻ്റെ നേരെ കിണർ ദോഷമാണ്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കർട്ടനോ എന്തെങ്കിലും ഇട്ടിട്ട് കിണർ കാണാത്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം വെസ്റ്റിലേക്ക് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വസ്തുവിൽ നമ്മൾ സ്ഥിരമായിട്ട് വീട് പണിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കേസുകൾ, വഴക്കുകൾ, അതുപോലെ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ഒരു ഏങ്കോണിപ്പ് ഇവർ സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കിതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറ് എന്ന് പറയാൻ പറ്റൂ. കൂടുതലായും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവരെ ബാധിച്ചിരിക്കുന്ന ഇവരുടെ പരദേവതയുടെ അപ്രീതിയും പിതൃക്കളുടെ ദോഷവുമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പം ഇയാളെ ബാധിച്ചിരിക്കുന്ന നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തത കൈവരും. അതുപോലെ വാസ്തു സംബന്ധമായിട്ട് ചെറിയ കംപ്ലയിൻറ്റുകളുണ്ട്, ആ ഒരു കംപ്ലയിൻറ്റുകൾ തീർക്കുക. വസ്തു സംബന്ധമായിട്ട് പ്രശ്നം കാണിക്കുന്നുണ്ട്, ഏതെങ്കിലും കർമ്മയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം മുന്നോട്ട് പോവുക. ജാതകവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുമായിരിക്കും ഇത്രയും കാലം വിവാഹം നടന്നിട്ടില്ല എന്നാണ്. അത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് മാത്രമല്ല. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ പിതൃക്കളുടെ അപ്രീതി എന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ പോലെ പിതൃക്കളുടെ അനുഗ്രഹമില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അത് അവരുടെ പ്രീതി വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിതൃക്കളെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര പ്രാർത്ഥിച്ചാലും ദൈവങ്ങൾ കേൾക്കാത്തൊരവസ്ഥയും. അപ്പോൾ പിതൃക്കളുടെ പ്രീതി വരുത്താനായിട്ട് എന്താണോ അവരെ ഇരുത്താനൊക്കെ ഉണ്ടോ, അവരുടെ മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. രണ്ട് പരദേവത, അവരുടെ കുടുംബ പരദേവതകളുടെ പ്രശ്നമാണ്. അപ്പോൾ അത് രണ്ടും ഇവർ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 100-ൽ നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു 50% കുറഞ്ഞു കിട്ടും. ബാക്കിയുള്ളത് നമ്മുടെ വീട് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം വെച്ചാൽ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ട്. അത് തന്നെയല്ല, പ്ലോട്ട് ക്ലിയർ അല്ല. ചില പ്ലോട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വീട് വെച്ച് താമസിച്ചാൽ ഒരു 2 വർഷം വലിയ കുഴപ്പമുണ്ടാവില്ല. ചില പ്ലോട്ടിൽ താമസിക്കുമ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും അത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു വസ്തു സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും പല ബാധാദോഷങ്ങളൊക്കെ ഉള്ള ഭൂമിയാണ്. അപ്പം ഇവർ ഈ ഒരു വീട് വെച്ച് താമസിക്കുന്നതിന് മുമ്പ് ആ പ്ലോട്ടിൻ്റെ അകത്തുള്ള ദോഷങ്ങൾ, ആ വസ്തുവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒരു ജ്യോത്സ്യനെ കണ്ടുപിടിച്ച ശേഷം അത് എല്ലാം ഒഴിവ് ചെയ്തിട്ട് വേണമായിരുന്നു ഇവർ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇത് നിലവിൽ ഇതിൻ്റെ അത് വീട് പണിഞ്ഞു എന്നുള്ള
അതല്ലാതെ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിലവിൽ അതുപോലെ തന്നെ കിടക്കുന്നേ ഉള്ളൂ. 2 വീട് വാസ്തു നോക്കാതെ ചെയ്തിരുന്ന വീടുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിലവിൽ ജീവിച്ചു കഴിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ചുറ്റളവനുസരിച്ച് അതിനകത്ത് താമസിക്കുമ്പോൾ ഒരു എഴുന്നേറ്റം ഉണ്ടാവില്ല. ഓരോ ചുറ്റളവിനും നമുക്ക് ഓരോ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പം നമ്മൾ നല്ല അളവുകൾ സെലക്ട് ചെയ്യുന്നത് ആ അളവിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം അതിൽ നമുക്ക് താമസിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടോട്ടലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാത്ത പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം ഈ പറഞ്ഞ പോലെ കല്യാണത്തിനുള്ള തടസ്സമൊക്കെ മാറിക്കിട്ടും. അതല്ല ജോലിയിലൊരു അഭിവൃദ്ധിയാവും. അതായത് ഇദ്ദേഹത്തിൻ്റെ പിതൃപ്രീതിയും ധർമ്മദേവത പ്രീതിയും വരുത്തി കഴിയുമ്പോൾ തന്നെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാന്തത കൈവരും. എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞ ശേഷം വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ക്ലിയറായി സുഖകരമായിട്ട് താമസിച്ചു പോകാൻ പറ്റും. നന്ദി ഡെന്നീസ് സാർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.